ഫോട്ടോ വൈഡ് ക്യാമറ ക്ലബ് ഫാമിലി മീറ്റ് 2022. ഫോട്ടോ വൈഡ് ക്യാമറ ക്ലബിന്റെ ഫാമിലി മീറ്റ് അതിന്റെ 25 വർഷം പിന്നിടുന്ന വേളയിൽ അതിവിപുലമായ പരിപാടികളോടെ കോട്ടയം ലയൺസ് ക്ലബ് ലേക്ക് സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്നു. വൈകുന്നേരം നടന്ന ചടങ്ങ് അവാർഡ് ദാനത്തോടുകൂടി ബഹുമാനപ്പെട്ട സാംസ്കാരിക സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ചടങ്ങിന് എത്താൻ അല്പം വൈകിയത് നിരവധി പരിപാടികൾ ഉണ്ടായിരുന്നുകൊണ്ടാണ്. അല്പം താമസിച്ചാലും ക്ഷമയുള്ളവരാണ് നിങ്ങളെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകമായി അല്പം താമസിച്ചാലും അവരോട് പറയാം എന്ന രൂപത്തിൽ കരുതുന്നത്. അതുകൊണ്ട് എല്ലാവരോടും താമസിച്ചാൽ ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ ജോയി കോട്ടയത്തെത്തിയ കാലം മുതൽ ജോയിയുമായി നല്ല സൗഹൃദം പങ്കിട്ട് അദ്ദേഹം ദേശാഭിമാനിയിലെ ഫോട്ടോഗ്രാഫറായിരുന്ന സന്ദർഭത്തിലെല്ലാം നിരവധി പ്രദേശങ്ങളിൽ പരിപാടികൾ ഒന്നിച്ച് പങ്കെടുക്കാനുമെല്ലാം അവസരം ലഭിച്ചിരുന്നു. അദ്ദേഹം പിന്നീട് ഫോട്ടോ വേൾഡ് മാഗസീനുമായി മുന്നോട്ട് വന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലും സംബന്ധിക്കാൻ അവസരം ലഭിച്ചിരുന്നു. ഇപ്പോൾ അത് വളർന്നു വികസിച്ച് കോട്ടയത്തു നിന്ന് ആരംഭിച്ച് കേരളത്തിലാകെ പടർന്ന് ദേശീയ തലത്തിൽ വന്ന് ഇപ്പോൾ ആഫ്രിക്കയിൽ വരെ എത്തി എന്ന് പറഞ്ഞപ്പോൾ ഏറെ സന്തോഷമുണ്ട്. അഭിമാനകരമായൊരു വളർച്ചയുടെ ഘട്ടമാണ് അത് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിതാന്തമായ ജാഗ്രതയോടുകൂടി നടത്തിയ ആ പ്രവർത്തനത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇനിയും ഇപ്പോൾ ഇതിലെ ടീം അംഗങ്ങളെല്ലാം നല്ലൊരു ടീമായി നിന്നുകൊണ്ട് നിരവധി ദൗത്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു അനിൽ, പ്രളയക്കെടുതിയുടെ കാലഘട്ടത്തിൽ, കോവിഡ് കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് പല രൂപത്തിലുള്ള ദുരിതങ്ങളും ഉണ്ടായ സന്ദർഭങ്ങളിലൊക്കെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി അവിടെ ഓടിയെത്തി ഒട്ടനവധി ദുരിതം പേർന്ന ജനങ്ങളെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും സേവന സന്നദ്ധതയോടെ മുന്നോട്ട് വന്ന ഒരു സംഘടനയെ ചോദിച്ചാൽ അത് നിങ്ങളുടെ സംഘടനയാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രൂപത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ഞാൻ അതിലെല്ലാം സാക്ഷികളാണ്. പല സ്ഥലത്തും അതിൽ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ ഒന്നിച്ചു പോയി ഈ ദൗത്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സംഘമുള്ള ജനങ്ങളോടും സഹജീവികളോടും അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഷെയർ ചെയ്യാൻ മുന്നോട്ട് വരുന്ന ഉന്നതമായ സാമൂഹ്യബോധവും ഉദാത്തമായ മനുഷ്യ സംസ്കാരവും നിങ്ങളിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് നിങ്ങളോട് ഏറെ സ്നേഹം തോന്നാൻ എനിക്കുണ്ട അവസരങ്ങൾ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിരവധി നമ്മുടെ മേഖലയിൽ സംഘടിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാഗസിനിൽ കൂടി ഉയർത്തിക്കൊണ്ടുവരുന്ന നിരവധി സന്ദേശങ്ങൾ എനിക്ക് കൃത്യമായി ജോയി അത് അയച്ചു തരാറുണ്ട്. ഞാനത് നോക്കാറുണ്ട്. മനോഹരമായ ചിത്രങ്ങൾ സഹിതം ഒട്ടനവധി ചിത്രങ്ങളിലൂടെ വിവിധ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചിത്രകല ഏറ്റവും ശ്രദ്ധേയമായ കലകളിലൊന്നാണ്. ഒരുപക്ഷെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് സ്റ്റേജുകളിൽ വാചാലമായി സംസാരിക്കാൻ കഴിയുന്നവർ സംസാരിക്കുന്നതിനേക്കാൾ എത്രയോ വാചാലമാണ് ഒരു ചിത്രം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് കൃത്യമായി പറഞ്ഞാൽ ബംഗാളിലെ ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരച്ചു. അരിവില വളരെ രൂക്ഷമായി, ഭക്ഷണം കിട്ടാനില്ലാതായി, പട്ടിണി കൊണ്ട് മനുഷ്യൻ മരിക്കാൻ തുടങ്ങി. ഈ സന്ദർഭങ്ങളെ ഇന്ത്യൻ ജനതയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു ചിത്രകാരൻ വരച്ചത് മരിച്ചു കിടക്കുന്ന ഒരു അമ്മയുടെ മുല കുടിക്കുന്ന കുട്ടിയാണ്. ആ ചിത്രം അന്തർദേശീയ പ്രശസ്തി ആർജിക്കുകയും ആ ബംഗാളി ചിത്രകാരന് അന്നത്തെ കാലഘട്ടത്തിൽ അന്തർദേശീയ ബഹുമതി കൊടുത്ത് യുണൈറ്റഡ് നേഷൻസ് തന്നെ അംഗീകരിക്കുകയും ചെയ്ത സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഒരു ചിത്രത്തിന് എത്ര മൂല്യമുണ്ട്. അതാ ഞാൻ സൂചിപ്പിച്ചത്, ലക്ഷക്കണക്കിന് സ്റ്റേജുകളിൽ ഇന്നത്തെ രാജ്യത്തിൻ്റെ സ്ഥിതി ഇതാണ്, ദുരവസ്ഥ ഇതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ പ്രസംഗിക്കുന്നതിനേക്കാൾ വാചാലമാണ് ആ ചിത്രം. അത്തരത്തിൽ എത്രയോ ചിത്രകലകൾ ഏതെല്ലാം തരത്തിൽ നമുക്ക് നിലനിൽക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ, സമകാലീന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ വളരെ ഹൃദയസ്പർശിയായി നേർക്കാഴ്ചകളായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ചിത്രകലയിലൂടെയാണ്. അത് ഫോട്ടോഗ്രാഫിയിലൂടെയാണ്. അതുപോലെ തന്നെ വരച്ചെടുക്കുന്ന ചിത്രങ്ങൾ. അങ്ങനെ ആ ചിത്രകല മറ്റേത് കലയേക്കാളും എന്നും ആ കല നിശ്ചയമായും ഒരു ചിത്രം എടുത്താൽ, അത് വരച്ചാൽ അത് ദീർഘകാലയളവിൽ അല്ലെങ്കിൽ അനശ്വരങ്ങളായി നിലനിൽക്കുകയാണ്. ആ സ്ഥിതിയെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അത് മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ചിത്രകലയ്ക്കുള്ള പ്രാധാന്യം മറ്റേത് കലയേക്കാളും പ്രധാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശ്രീ ജോയിയുടെ നേതൃത്വത്തിൽ ഫോട്ടോ വേൾഡ് മാഗസിൻ അതിൻ്റെ
വിജയകരമായ ചൈത്രയാത്ര അനുസ്യൂതം തുടരുകയാണ്. അതിനിയും ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു. ഈ വൈകിയവേളയിൽ കൂടുതലായി എനിക്കിനി അടുത്ത 3 പരിപാടികൾ കൂടി ഉള്ളതുകൊണ്ട് ദീർഘമായി പ്രസംഗിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ വലിയ സംരംഭത്തിന് ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധയാഗം നടത്തുകയാണ് ഞാൻ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. എന്തൊരു ഉത്സാഹമാണതിൻ കൺകളിൽ, എന്തൊരു ഉന്മേഷമാണതിൻ കാൽകളിൽ. കോടി കോടി പ്രകൃതിയെ മല്ലിട്ട് വെട്ടി നേടിയതാണതിൻ സിദ്ധികൾ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മനോഹരമായ വയലാർ രാമവർമ്മയുടെ അശ്വമേധം പോലെ ഇത് ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ. അതിൻ്റെ ഓട്ടോ വേൾഡ് മാഗസിൻ ഇന്ന് ജില്ലാതലത്തിൽ, സംസ്ഥാന തലത്തിൽ, ദേശീയ തലത്തിൽ, അന്തർദേശീയ തലത്തിൽ എത്തി നിന്ന് ഇനി കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഫോട്ടോഗ്രാഫർ അനിൽ കണിയാമല. പ്രളയകാലത്തും കോവിഡ് കാലത്തും ഫോട്ടോ വൈഡ് ക്യാമറ ക്ലബും ടീമും നടത്തിയ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളെപ്പറ്റിയും ബഹുമാനപ്പെട്ട മന്ത്രി എടുത്തു പറഞ്ഞു. വയലാർ രാമവർമ്മയുടെ അശ്വമേധം എന്ന കവിത അദ്ദേഹം ആലപിക്കുകയും ഫോട്ടോ വൈഡ് അതിന്റെ ജൈത്രയാത്ര അശ്വമേധത്തെ പോലെ തുടരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. ജോണി മാത്യു, സജി എണ്ണക്കാട്, അദ്ദേഹം അത്യാവശ്യമായിട്ട് എറണാകുളത്തേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. പ്രമോദ് രജപുത്ര എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ സുഹൃത്ത് സിജോ ആ ട്രോഫി ഏറ്റുവാങ്ങുന്നത് അറിയിച്ചിട്ടുണ്ട്. ഷിജു കൊല്ലം, AB കുര്യൻ, കൃഷ്ണൻകുട്ടിയാണ് നൽകുന്നത്. സജി മേദേവി ഫോട്ടോഗ്രാഫി മത്സരത്തിലെ ഒരു വിജയികളാണ്. മറ്റൊന്ന് അനിൽ കണിയാമല. അനിൽ കണിയാമലയ്ക്ക് ഒരു പ്രൈസും കൂടിയുണ്ട്. ഓൺലൈൻ മത്സരത്തിലും അദ്ദേഹത്തിന് തന്നെയായിരുന്നു സമ്മാനം. പ്രത്യേക മത്സരങ്ങളുണ്ടായിരുന്നു, അതിന്റെ അവാർഡും കൂടെ കൊടുക്കുകയാണ്. അടുത്തത് ജീവകാരുണ്യ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന റോയ്സി മണി, എക്സിക്യൂട്ടീവ് മെമ്പർ. ഒരു പ്രത്യേക സ്പെഷ്യൽ എക്സ്ട്രാ അവാർഡുകൾ നൽകിയിരിക്കുന്നത് ജയൻ, ദേവപ്രിയ, അശോകൻ പള്ളിക്കത്തോട്. +2 പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയ കെസിയ മരിയ. കാർത്തിക്, ജ്യോതിലക്ഷ്മി, ആൻകി തെരേസ, സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് അമ്പയറായിട്ട് തെരഞ്ഞെടുത്ത നമ്മുടെ ക്യാമറ ക്ലബിന്റെ മെമ്പറുടെ പുത്രനായ ഏറോൺ. വിവിധ ഫോട്ടോഗ്രാഫി അവാർഡ് ജേതാക്കളെയും മികച്ച വിജയം കരസ്ഥമാക്കിയ ക്ലബ് അംഗങ്ങളുടെ മക്കൾക്കുള്ള അവാർഡുകളും മന്ത്രി VN വാസവൻ വിതരണം ചെയ്തു. എക്സിക്യൂട്ടീവ് മെമ്പർ നമ്മുടെ ഇതുവരെയുള്ള കാര്യങ്ങളിൽ PRO വർക്ക് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കുറെ വർഷങ്ങളെടുത്തിരിക്കുന്ന നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായ
ബെനറ്റ് ഉണ്ടൊക്കെ. നമ്മുടെ ഫോട്ടോഗ്രാഫി ക്ലബിന്റെ എല്ലാ പരിപാടിയിലും സജീവ സാന്നിധ്യമായി ഇതുവരെ നമ്മളോടൊപ്പം നമ്മളെ സഹായിക്കുന്ന ശ്രീ ബിജു ഇമാം. നമ്മുടെ PR തങ്കച്ചൻ അന്ന ഫോട്ടോസ് എല്ലാം നമ്മുടെ ഇതുള്ള ഡിസൈൻ വർക്കുകളിലും കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അദ്ദേഹമാണ് ക്ലബിന് വേണ്ട സാങ്കേതിക സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ക്ലബിന്റെ കാര്യങ്ങൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം വളരെ സജീവ സാന്നിധ്യം വഹിക്കുന്ന പ്രിയ സുഹൃത്ത് ശ്രീ വേണു പി നായർ. സാമ്പത്തിക ഇടപാടുകളിലും കണക്കുകളിലും കാര്യങ്ങളിലും കഴിഞ്ഞ കുറെ വർഷങ്ങളായി ജില്ലയുടെയും സംസ്ഥാനത്തെയും കാര്യങ്ങൾ നോക്കി നടത്തുന്ന പ്രിയ സ്നേഹിതൻ ശ്രീ ദിലീപ് നാഗപ്പട. കോവിഡ് കാലത്ത് നടന്ന ഫോട്ടോഗ്രാഫി മത്സരത്തില് നമ്മൾ കോവിഡ് കാലത്ത് മറ്റു വർക്കുകളൊന്നും ഇല്ലാതെ സംബന്ധിച്ച് ഓൺലൈനിലൂടെ മത്സരം നടത്തിയിരുന്നു. അതിനന്ന് നമ്മൾ പൈസ ആയിരുന്നു അതിന് റിവാർഡായിട്ട് കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ സമ്മാനം വിതരണം ചെയ്യാണ്. ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്ന നമ്മുടെ വാകത്താനം പഞ്ചായത്തിലെ മെമ്പർ കൂടിയായ പ്രിയ സുഹൃത്ത് കോരസർ. രണ്ടാം സമ്മാനം ശ്രീ CV ജോർജ് മേലുകാവ്. തേർഡ് പ്രൈസ് അജിരാജ്. ഫോട്ടോവീഡിന്റെ ബഹുമാനായ മന്ത്രി നമ്മുടെ AP ജോയി സാറിന് ഇപ്പോൾ ഒരു പൊന്നാട അണിയിക്കുന്നതാണ്. അത് ക്ലബിന്റെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവുകാരുടെ പ്രത്യേക ഉപകാരവും ഒപ്പം ഈ ഫാമിലി മീറ്റിലെ മുഴുവൻ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപകാരമായിട്ട് കണക്കിലെടുത്ത് ഒരു ബിഗ് കൈയടി. നമ്മുടെ DJ പ്രോഗ്രാം ഉണ്ട്. ഇന്ന് മന്ത്രിക്ക് പോകേണ്ടുള്ള നേരത്തെ തന്നെ ഉപകാരം കൊടുക്കുകയാണ്. ഫെമി നമ്മുടെ ഏറ്റവും നല്ല വേഷം ധരിച്ചു വന്ന ഫാമിലിക്കുള്ള അവാർഡ് സമ്മാനം മന്ത്രി തന്നെ കൊടുക്കുകയാണ്. അതിന് ബിജുവിനെ ഫാമിലിയെ ഈ വേദിയിലേക്ക് ആ സമ്മാനം ഏറ്റുവാങ്ങുവാനായി ക്ഷണിക്കുന്നു. ബൈജു ഫോട്ടോ വൈഡ് ക്യാമറ ക്ലബ് 25 വർഷം പിന്നിടുന്ന വേളയിൽ അംഗങ്ങളുടെ നേത്രദാന സമ്മതപത്രം ഒപ്പുവെക്കൽ ചടങ്ങിൽ ബഹുമാനപ്പെട്ട മന്ത്രി. ഇപ്പം ഈ കുടുംബത്തിനും ജനാധിപത്യം വേണം. എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും താല്പര്യങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഒരു കലാകാരന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർക്ക് സമാപന സമ്മേളനത്തിൽ മാതൃഭൂമി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് SD സതീശൻ നായർ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. അല്ലെങ്കിൽ എല്ലാ വർഷവും സംഘടിപ്പിച്ച് വരുന്നത് മാത്രമല്ല, ശ്രീ ഫോട്ടോയുടെ AP ജോയിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളൂടാണ്. നമ്മുടെ കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ മന്ത്രി പറഞ്ഞതുപോലെ മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് കോട്ടയത്ത് മാതൃഭൂമിക്ക് ചിത്രങ്ങളെല്ലാം ന്യൂസ് ഫോട്ടോസ് എല്ലാം എടുത്തു തന്നിരുന്നത് ശ്രീ AP ജോയിയാണ്. അത് മാതൃഭൂമിയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ അനുസ്മരിക്കേണ്ടത് തന്നെയാണ്. മറ്റ് ബന്ധങ്ങൾ ഞങ്ങൾക്ക് തമ്മിലുണ്ട്. അത് ഞങ്ങൾക്ക് ഇടയിലുള്ള എഴുതേരലിൽ മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അതൊന്നും ഞാനിവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. വളരെ സന്തോഷമുണ്ട്. ഞാൻ ഏറെക്കാലത്തിന് ശേഷമാണ് ഇത്തരം പരിപാടികൾ വരുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടിയിൽ വന്നു ചേരാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഫോട്ടോ വൈഡ് അതിൻ്റെ ജൈത്രയാത്ര അശ്വമേധത്തെ പോലെ തുടരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. രാവിലെ നടന്ന പൊതുസമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. അതോടനുബന്ധിച്ച് ക്യാമറ ക്ലബ് അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണവും അതോടൊപ്പം നിർവഹിച്ചു. ഫോട്ടോഗ്രാഫി രംഗത്ത് മാറ്റങ്ങൾ വന്നതോടെ ക്യാമറാമാൻമാർ ലെൻസുകളിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് ഫോട്ടോയുടെ ക്യാമറ ക്ലബിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സജി എണ്ണക്കാടിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഫോട്ടോഗ്രാഫി മാഗസിൻ എന്ന നിലയിൽ 25 വർഷത്തിലധികമായി ഒരു ക്യാമറ ക്ലബ്ബ് ഇവിടെ പ്രവർത്തിക്കുന്നു. നിരവധി മേഖലകളിലെ ഫോട്ടോഗ്രാഫി രംഗത്ത് ഫോട്ടോഗ്രാഫി ക്യാമ്പുകൾ, പ്രദർശനങ്ങൾ. ിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ സമ്മേളനം, ഈ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിരിക്കുന്ന മുൻ ആഭ്യന്തരമന്ത്രിയും ആയിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർകൾ, യോഗാധ്യക്ഷൻ സജി അനിൽ കണിയാമല, സജി എണ്ണക്കാട്, ദിലീപ് നാഗമ്പടം, വേണു പി നായർ, ബെന്നറ്റ് മുണ്ടക്കയം, റോയ് സി മാണി, തങ്കച്ചൻ അന്ന ഫോട്ടോസ്, കോറസൻ, സഖറിയ പൊൻകുന്നം, ചിത്ര കൃഷ്ണൻകുട്ടി, പി ചന്ദ്രകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഫാമിലി മീറ്റിൽ 100ഓളം അംഗങ്ങൾ കുടുംബസമേതം പങ്കെടുത്തു. ഫോട്ടോ വൈറ്റ് ക്ലബിൻ്റെ ദീർഘകാലത്തെ പ്രവർത്തനത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാനത് വീണ്ടും ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ഞാനിവിടെ ഈ യോഗത്തിൽ വരാനായിട്ട് ഇത്തിരി വൈകി പോയി. ഈ നിയമസഭാ സമ്മേളനം ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശനി ഞായറുമായിട്ട് അങ്ങനെ ഒതുക്കി നിർത്തും. എത്ര വിചാരിച്ചാലും ഓടി എത്താൻ പറ്റാതായി പോകും. ഞാൻ തൊട്ട അയൽവക്കത്താണെന്ന് ഒരിക്കലും ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞാണ് വന്നത്. അതുകൊണ്ടാണ് ഇത്തിരി വൈകിയത്. നിങ്ങൾക്കുണ്ടായ ഒരു അസൗകര്യത്തിൽ ഞാൻ സത്യം പറഞ്ഞു ഖേദം രേഖപ്പെടുത്തുകയാണ്. നമ്മളുടെ ഫോട്ടോഗ്രാഫി അത്ഭുതങ്ങളുണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഫോട്ടോഗ്രാഫി പണ്ടത്തേതിനേക്കാൾ എത്രയോ ഡെവലപ്പ് ചെയ്തു. നമ്മളുടെ നേരത്തെ ഇവിടെ വൈൽഡ് ലൈഫിൻ്റെ ഫോട്ടോയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആരണ്യം മാഗസിനെക്കുറിച്ച് ഓർക്കുകയാണ്. ഇന്ന് കേരളത്തിലുള്ളതിലെ വന്യജീവികളുടെ ഫോട്ടോ കൊടുക്കുന്നതിലെ നമ്പർ 1 ആരണ്യം മാഗസിനാണ്. അത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാഗസീനുമാണ്. വളരെ വിശിഷ്ടമായിട്ടുള്ള ഫോട്ടോകൾ നമുക്കവിടെ കാണാൻ കഴിയും. ഇൻ്റർനാഷണലായിട്ട് പ്രൈസ് കിട്ടിയ കുറേ നല്ല ഫോട്ടോഗ്രാഫർമാരുമുണ്ട്. നമ്മളുടെ വൈൽഡ് ലൈഫിൽ നല്ല ഫോട്ടോഗ്രാഫി അറിയാവുന്ന നല്ല വിദഗ്ധന്മാരുണ്ട്. ഞാൻ രവികുളത്ത് പോയ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുകയായിരുന്നു. ഇവരെല്ലാം കൂടി എനിക്കിതൊന്നും അറിയില്ല എന്നൊരു മട്ടിൽ എന്നെ ഇതൊന്ന് പിടിച്ചു. അപ്പോൾ ഞാനും പതുക്കെ പിടിച്ചു. പക്ഷേ ആ ഫോട്ടോ നന്നായിരുന്നു. ഞാനതിൻ്റെ ഫ്രെയിം ചെയ്ത് ഒരു കോപ്പി എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം ആ ഫോട്ടോ വളരെ നന്നായി. എൻ്റെ എക്സ്പെക്റ്റേഷനേക്കാൾ അപ്പുറത്തായിരുന്നു. അതെൻ്റെ വൈദഗ്ധ്യം കണ്ട എൻ്റെ കൈ പിടിപ്പിച്ചവരും ട്രെയിൻ ചെയ്യിച്ചവരും അതിവരൊക്കെയാണ്. അതിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. നിങ്ങൾക്ക് ഈ രംഗത്ത് സമാനതകളില്ലാത്ത വിധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷേ അതിനു വേണ്ടിയുള്ള നല്ല ട്രെയിനിങ് കൊടുക്കാൻ കഴിയണം. ഇപ്പോൾ പ്രസ് ഫോട്ടോഗ്രാഫർ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഒരു അത്ഭുതമായി നിൽക്കുന്നത്. ഞാൻ ശ്രീ വിക്ടർ ജോർജിനെ കുറിച്ച് ആലോചിക്കുകയാണ്.
അതൊരു സാഹസിക കർമ്മത്തിൽ അറ്റ് ദ പോയിന്റ് ഓഫ് ടൈമിൽ നമുക്കെടുക്കാൻ കഴിയുന്ന ഒരു സ്പോട്ട് ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ്. അത് ആ നിമിഷം പോയാൽ നമുക്ക് ആ ഫോട്ടോ എടുക്കാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ശ്രീ വിക്ടർ ജോർജ് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കൈ ഉയർത്തി നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ ഇടയായത്. അവസാനം ആ മണ്ണോടെ ഇടിഞ്ഞു പോയി അദ്ദേഹം നമ്മളുടെ മുമ്പിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. ഫോട്ടോഗ്രാഫിയിൽ അങ്ങനെ ചില റിസ്ക് ഉണ്ട്. അത് പ്രത്യേകിച്ച് പ്രസ് ഫോട്ടോഗ്രാഫറിലാണ്. സൺറൈസിങ്ങും സൺസെറ്റും കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പട്ടണത്തിലുള്ളത്. അവിടെ നമ്മൾ നേരെ നടന്നു പോയാൽ ആ രാവിലത്തെ സമയമാണെങ്കിൽ സൂര്യോദയം കാണാൻ പറ്റും. വൈകുന്നേരമാണ് നമ്മൾ പോകുന്നെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തെ സൂര്യാസ്തമനം കാണാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ പല മാർക്കറ്റിൽ അതിൻ്റെ വാല്യൂ എത്രയാണ് നമ്മൾ പറയുന്ന വാല്യൂവാണ്. മാർക്കറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ കൊടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോയ്ക്ക് എത്രയോ വിലയാണ്. സമാപനത്തോടനുബന്ധിച്ച് ഗാനമേളയും ഡിജെയും നടത്തിയത് അംഗങ്ങൾക്ക് ആവേശം പകർന്നു. जाने
I'm a disco dancer.